ആദർശിന്റെ മീരയുടെ ജീവിതം നശിപ്പിക്കണമെന്നോ അവരെ തമ്മിൽ പിരിക്കണമെന്നോ എനിക്കില്ല. അത് എനിക്കറിയാം അമ്മേ. പക്ഷെ നമ്മളത് ചെയ്തില്ലെങ്കിൽ അവള് നമ്മുടെ കുടുംബം രണ്ടാക്കും. പാവ അഭിനയിച്ച് ഇവിടെ വന്നതും മരുമകളായതും ഇപ്പൊ തനി സ്വഭാവം പുറത്തെടുത്തതും എല്ലാം അവളുടെ ബുദ്ധിയാ. ആദ്യ കാഴ്ചയിൽ തന്നെ അവൾ എന്താണെന്ന് എനിക്ക് ബോധ്യമായതാ. അന്ന് ഞാൻ പറഞ്ഞപ്പോ അമ്മയ്ക്ക് മനസ്സിലായില്ല. അതിന് ഞാൻ അമ്മയെ കുറ്റമൊന്നും പറയുന്നില്ല. അത് മീരയുടെ മിടുക്ക. ആരെയും വരുതിയിലാക്കാൻ അവൾക്ക് എളുപ്പം സാധിക്കും. അമ്മ ഇത്രയ്ക്ക് ആലോചിക്കാനൊന്നുമില്ല. ഞാൻ പറയുന്നതാ ശരി. ഇപ്പൊ ആദർശിനെ രക്ഷിക്കാനെന്ന് പറഞ്ഞ് അവൾ ഓടി നടക്കുന്നില്ലേ, അതൊക്കെ അഭിനയമാണ്. സത്യത്തിൽ അവൾക്ക് ആദർശിനെ രക്ഷിക്കണമെന്നൊരു ചിന്തയേയില്ല. അങ്ങനെ ശരിക്കും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ മഹാദേവൻ അങ്ങളുടെ കാല് പിടിച്ചിട്ടായ പോലും രക്ഷിക്കാനല്ലേ നോക്കൂ. ഇത് അങ്കിള് രക്ഷിക്കാൻ തയ്യാറായി വരുമ്പോ പോലും അത് വേണ്ട എന്ന ആറ്റിറ്റ്യൂഡല്ലേ അവൾക്ക്. അത് നീ പറഞ്ഞത് ശരിയാവി. മീര പറയുന്നതെല്ലാം സത്യവും മകി ചെയ്യുന്നതെല്ലാം കള്ളത്തരമാണെങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതെല്ലാം തൽക്കാലത്തേക്ക് മറന്ന് ആദർശിനെ രക്ഷിക്കാൻ തയ്യാറാവണ്ടേ? ആ, മീര അതിന് തയ്യാറാവുന്നില്ലെന്ന് മാത്രമല്ല, ആദർശിനെ പോലും മഹിക്കെതിരെയാക്കാനാ ശ്രമിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. സത്യത്തിൽ അവൾക്ക് ആദർശിനോട് സ്നേഹമൊന്നും ഇല്ലാന്ന്. ഇപ്പൊ അവൾ ഈ കാണിക്കുന്നത് മൊത്തം അഭിനയ അമ്മേ. അല്ലെങ്കിൽ അമ്മ ഒന്ന് ഓർത്തു നോക്കിക്കേ. ആദർശ് ഇവിടെ ഉണ്ടായിരുന്നപ്പോ മീരയ്ക്ക് സ്വന്തം വീട്ടിൽ പോയി നിൽക്കാനായിരുന്നു താല്പര്യം. ആദർശ് ഈ പ്രശ്നത്തിൽപ്പെട്ട് ജയിലിലായതിൽ പിന്നെ അവൾക്ക് വീട്ടിൽ നിൽക്കാൻ പോണ്ട, ഇവിടെ തന്നെ കടിച്ചു പിടിച്ച് നിൽക്കുക. മീര സത്യത്തിൽ സ്നേഹിക്കുന്നത് ആദർശിനെ അല്ല, ആദർശിന്റെ പണമാണ്. അത് അവളുടെ വീട്ടുകാർക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടല്ലേ ആങ്ങളെ കമ്പനിയിൽ കയറ്റാൻ നോക്കുന്നത്. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇത് ആദർശിന്റെ ജീവിതത്തിന്റെ കാര്യ. ഇവിടെ തീരുമാനം എടുക്കേണ്ടത് അവനാ. അവനില്ലാതെ നമ്മളൊരു തീരുമാനം എടുക്കുന്നത് ശരിയല്ലല്ലോ. എന്റെ അമ്മേ, എത്ര വന്നാലും അമ്മ പഠിക്കില്ലല്ലോ. കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കേണ്ട സമയം ഇത്. ഇല്ലെങ്കിലേ നാളെ അമ്മയ്ക്ക് തന്നെ കരയേണ്ടി വരും. ഞാനൊരു കാര്യം ചെയ്യാം, ഹരിയെ വിളിച്ച് സംസാരിക്കാം. ഹരി ഇവിടെ വന്നിട്ടൊരു തീരുമാനം എടുക്കാം. അതിന് ഹരി അങ്കിള് മീരയുടെ സൈഡല്ലേ നിൽക്കൂ. അതെ, എന്നാലും മീര ഒരു ഉത്തരവാദിത്വമില്ലാതെ നമുക്ക് ഇവിടുന്ന് ഇറക്കിവിടാൻ പറ്റില്ലല്ലോ. ഹരി വരട്ടെ, കാര്യങ്ങൾ സംസാരിച്ചൊരു തീരുമാനം ഉണ്ടാക്കാം. ശരി, അമ്മയുടെ തീരുമാനം പോലെ നടക്കട്ടെ. ഭഗവാനെ, എന്തിനാ എന്നോട് ഈ പരീക്ഷണം? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. എന്നിട്ടും ഓരോരോ പ്രശ്നങ്ങൾ എന്നെ തേടി വരാ. ആദർശ് എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം സഹിച്ച് ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. പക്ഷെ ഇപ്പോ ഇവിടെ എനിക്ക് മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥയാവുക. ഇത്രയും നാളും അഭിചേച്ചി മാത്ര എന്നെ മനസ്സിലാക്കാതെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ അമ്മയും ഈ വീട്ടിലേക്ക് മരുമകളായി വന്നപ്പോ എനിക്ക് നഷ്ടപ്പെട്ട എന്റെ അമ്മയെ തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ആ സ്നേഹവും നഷ്ടാവുക. ഇന്ന് അമ്മ എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ വരെ പറഞ്ഞു. മഹാദേവൻ അങ്കിളുടെ കാര്യത്തിൽ ഒരു വാക്കുപോലും ഞാൻ തെറ്റായിട്ട് പറഞ്ഞിട്ടില്ല. അങ്കിളാ ആദർശേട്ടനെ ചതിച്ചത്. ആദർശേട്ടന്റെ ഈ അവസ്ഥയ്ക്ക് കാരണവും അങ്കിളാ. എന്നിട്ടും സത്യം മനസ്സിലാക്കാതെയാ അമ്മ എന്നോട് പെരുമാറിയത്. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ഭഗവാനെ. എന്റെ വിഷമങ്ങൾ ആരെ അറിയിക്കാതെ ഉള്ളിലൊതുക്കിയാ ഞാൻ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇനിയും പിടിച്ചു നിൽക്കാൻ എനിക്ക് സാധിക്കാൻ തോന്നുന്നില്ല. എങ്ങനെ ആദർശേട്ടനെ രക്ഷിക്കണം? ആദർശേട്ടൻ തിരിച്ചു വന്നാൽ മാത്രമേ
എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റൂ. ഒരു തെറ്റും ചെയ്യാത്ത ആദർശേട്ടനെ ഇനി ശിക്ഷിക്കല്ലേ ഭഗവാനെ. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാൻ എന്നെ സഹായിക്കണം. ആദർശേട്ടൻ രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമല്ല, ഇന്ദുവിന്റെ ആ പാവം മാതാപിതാക്കള് അവർക്ക് നീതി കിട്ടണം. എല്ലാത്തിനും യഥാർത്ഥ കുറ്റവാളി പിടിക്കപ്പെടണം. അതിനെന്നെ സഹായിക്കണം. ഇവിടെ വരാൻ പറഞ്ഞത് സൂരജിന് ബുദ്ധിമുട്ടായോ? അതൊന്നുമില്ല. പിന്നെ സ്ഥലം പരിചയമില്ലാത്തോണ്ട് കുറച്ചൊന്ന് ചുറ്റി, അതാ വൈകിയത്. തൽക്കാലം ഈ കൂടിക്കാഴ്ച കുറച്ച് രഹസ്യമായിക്കോട്ടെ എന്ന് കരുതി. അതാ ആദ്യം പറഞ്ഞ സ്ഥലം മാറ്റി പറഞ്ഞത്. അതൊന്നും സാരമില്ല. ഞാൻ കാണണമെന്ന് പറഞ്ഞത് എന്തിനായിരിക്കും ഒന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? മീരയുടെ കാര്യത്തിനല്ലേ? അതെ, മീരയുടെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ കാണിക്കണം സൂരജ്. അതെ, ഞാൻ അവൾക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവളായിട്ടാണ് മാറ്റി നിർത്തുന്നത്. എനിക്കറിയാം. ഞാൻ മീരയെ കണ്ടപ്പോഴും എന്നോടും ഒന്നിലും ഇടപെടേണ്ടെന്ന രീതിയിൽ തന്നെയാ അവൾ സംസാരിച്ചത്. മീര ചിന്തിക്കുന്നത് നമ്മുടെയൊക്കെ സുരക്ഷയാണ്. അവൾ കാരണം നമുക്കാർക്കും ഒന്നും സംഭവിക്കരുത്. അതെ, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ സഹായിക്കാതെ മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. അതെ. സൂരജ് മാക്സിമം കൂടെ നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ആ വ്ളോഗ് പോലും ഞാൻ പൊതുവായി എല്ലാവർക്കും വേണ്ടി ചെയ്തേ ഉള്ളൂ. അല്ല വിശാൽ, അത് വലിയൊരു ഹെൽപ്പായിരുന്നു. എല്ലാ രീതിയിലും ആദർശേട്ടനെ തകർക്കാനാ ആരൊക്കെ കൂടി ശ്രമിക്കുന്നത്. ആ വ്ളോഗ് വന്നതുകൊണ്ട് കമ്പനിയിലെ പ്രശ്നങ്ങൾ ഒരു തരത്തിൽ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഏതായാലും ഇനി നമ്മൾ ഒന്നിച്ച് നിന്ന് മീരയെ സഹായിക്കണം. ഒറ്റയ്ക്ക് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിൽ നല്ലതാവും ഒന്നിച്ചു നിന്നാൽ. അതെ, സത്യം പറയാലോ, ഞാൻ പലപ്പോഴും മീരയുടെ കൂടെ നിന്നത് അവളെ സഹായിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. അവളെ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ എനിക്ക് കിട്ടുന്ന പ്രയോജനങ്ങളായിരുന്നു എൻ്റെ മനസ്സിൽ. ഇനി അങ്ങനെ ആവില്ല. എൻ്റെ ലാഭങ്ങൾക്കപ്പുറം ആദർശേട്ടനെ രക്ഷിക്കുക മാത്രമായിരിക്കും എൻ്റെ ലക്ഷ്യം. അതിന് വിശാലിൻ്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ അത് ഗുണം ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാ. എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. ധന്യൻ്റെ സമ്മതിക്കൂ? അമ്മയുടെ സമ്മതം ഞാൻ നോക്കുന്നില്ല. മീരയുടെ കാര്യത്തിൽ ഇടപെട്ട് സൂരജിന് തല്ല് കിട്ടിയതറിഞ്ഞ് എന്നോട് തിരിച്ചു പോകാൻ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനൊരു സംഭവം ഉണ്ടായത് സത്യമാണ്. കിട്ടിയത് ഒരു സൂപ്പർ അടിയായിരുന്നു. പക്ഷെ അത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇരുട്ട് മൂടിയിരുന്ന എൻ്റെ കണ്ണ് തുറപ്പിച്ചതുപോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അന്ന് വരെ എൻ്റെ കണ്ണിൽ മീരയെ സഹായിക്കുന്നതിലൂടെ എനിക്ക് കിട്ടാവുന്ന ലാഭം മാത്രമായിരുന്നു ലക്ഷ്യം. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട് സൂരജ്. അതെ, മീരയ്ക്കൊപ്പം നടന്ന് ഒരുപക്ഷെ സൂരജിന് ആദർശേട്ടനോട് ശത്രുതയുള്ളവരെക്കുറിച്ച് ഒരു ധാരണ കാണുമല്ലോ അല്ലേ? അങ്ങനെ വ്യക്തമായൊരു ധാരണയുമില്ല. പക്ഷെ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരുടെയൊക്കെയോ കരുനീക്കമുണ്ട്. അതാരാണെന്ന് മീരയ്ക്ക് ചെറിയ ധാരണയുമുണ്ട്. ആരായാലും എന്തായാലും ഇത് കണ്ടുപിടിക്കണം. സത്യം ജയിക്കണം. മീരയ്ക്ക് വേണ്ടി മാത്രമല്ല ഞാനിതിനിറങ്ങി തിരിച്ചത്, എൻ്റെ അച്ഛനും മുത്തശ്ശിക്കും വേണ്ടി കൂടിയാ. ആദർശേട്ടൻ ജയിലിലായ ദിവസം മുതൽ മുത്തശ്ശി മീരയും ആദർശേട്ടനെയും ഓർത്തുള്ള വിഷമത്തിലാ. പലവട്ടം മുത്തശ്ശി മീരയെ സഹായിക്കണമെന്ന് എന്നോട് പറയാതെ പറഞ്ഞു. പക്ഷേ അന്നൊന്നും എനിക്കത് മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ പാഷൻ വ്ളോഗ് ചെയ്യുക മാത്രമായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട കടമകളെക്കുറിച്ച് മനഃപൂർവ്വം മറന്നു പറയാം. പക്ഷേ ഒരിക്കൽ പോലും എൻ്റെ അച്ഛൻ എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു വിശാൽ. ഒന്നുമില്ലാത്തടത്ത് നിന്ന് എനിക്കും അമ്മയ്ക്കും ഒരു ജീവിതം തന്നത് മീരയും ഹരിയച്ഛനോ. പക്ഷേ അവരോട് നന്ദിയോ കടപ്പാടോ ഞാൻ കാണിച്ചിട്ടില്ല. പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട അമ്മ അത് പറഞ്ഞു തന്നിട്ടുമില്ല. ഇപ്പോൾ കുറച്ച് ദിവസം മീരയുടെ കൂടെ യാത്ര ചെയ്യുകയും ഇടപെടുകയും ചെയ്തപ്പോൾ അവൾ ഓരോരുത്തരോടും കാണിക്കുന്ന സ്നേഹവും പരിഗണനയും അടുത്ത് കണ്ടറിഞ്ഞപ്പോൾ ഞാൻ വലിയ തെറ്റുകാരനാണെന്ന് എനിക്ക് സ്വയം തോന്നിപ്പോയി. നമുക്ക് രണ്ടാൾക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതൊന്നും ഇനി പറയേണ്ടതില്ല. ഇനി വേണ്ടത് ഒന്നിച്ചു നിന്ന് ആദർശേട്ടനെ രക്ഷിക്കുക എന്നത് മാത്രമാണ്. അതെ, എല്ലാത്തിനും മുന്നിൽ ഞാനുണ്ടാവും. എന്താ വേണ്ടതെന്ന് വിശാല് പറഞ്ഞാൽ മതി. ശരി, നമുക്കെങ്കിൽ നാളെ കാണാം. പറ്റിയാൽ സൂരജ് മീരെ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. മീര എന്നെ ഒപ്പം കൂട്ടിയാലും ഇല്ലെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാൻ ഞാനുണ്ടാകുമെന്ന് മീരയോട് പറഞ്ഞേക്ക്. ശരി വിശാലേ. ശരി. മോളെ, പഠിക്കുവാണോടി? വിശാല എവിടെയാടി? ഇവിടെ ഇല്ല ചാ, പുറത്തേക്ക് പോയിരിക്കുക. ഓ,
വിശാല് സൂരജിനെ കണ്ട് സംസാരിച്ച കാര്യം വല്ലതും നിന്നോട് പറഞ്ഞായിരുന്നു? ഇല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛാ? ഏയ്, അങ്ങനെയൊന്നുമില്ല. രണ്ടുപേരും കൂടെ ആദർശിനെ പുറത്തിറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ ചെയ്യുക. അത് നന്നായി. മീരെ ഹെൽപ്പ് ചെയ്യേണ്ടത് നമ്മളല്ലേ? നിങ്ങളെല്ലാവരും ഒരേ മനസ്സോടെ ഒന്നിച്ച് നിൽക്കണമെന്ന് എൻ്റെ ആഗ്രഹം. ആ കാര്യത്തിൽ അച്ഛന് ഒരു സംശയവും വേണ്ട. ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുക ചെയ്യും. അതാ വേണ്ടത്. ഇനിയുള്ള തലമുറ നിങ്ങളാ. അപ്പം നിങ്ങൾ പരസ്പരം സഹായിച്ച് കൂടെ നിൽക്കേണ്ടവരാ. രക്തബന്ധങ്ങൾ പോലും അകന്നു പോകുന്ന കാലഘട്ടം ഇത്. ആ സമയത്ത് നിങ്ങൾക്കിങ്ങനെ ഒരു മനസ്സ് തോന്നിയെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അല്ലെങ്കിലും ഞങ്ങൾക്കിടയിൽ അങ്ങനെ അകൽച്ചയൊന്നും ഇല്ലല്ലോ അച്ഛാ. വിശാലേട്ടനോട് പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ പോലും എനിക്ക് ധൈര്യമായിട്ട് മീരയോട് പറയാം. അവൾ എനിക്കൊപ്പം നിൽക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. അങ്ങനെയുള്ളപ്പോ മീരയ്ക്കൊരു സഹായം വേണ്ട സമയത്ത് ഞാൻ കൂടെ നിൽക്കാതിരിക്കോ? പിന്നെ ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു ചെറിയ അകൽച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അമ്മയും ബീനാന്റിയാ. എനിക്കറിയാം മോളെ, നിന്റെ അമ്മയ്ക്കും ബീനയ്ക്കും ഒരേ സ്വഭാവമാണ്. അതാ അവരുടെ പ്രശ്നവും. പക്ഷേ നിങ്ങൾ അവരെക്കാൾ വിദ്യാഭ്യാസവും വിവരമുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നും ആരെയാണ് ചേർത്ത് നിർത്തേണ്ടതെന്നും നിങ്ങൾക്ക് തിരിച്ചറിയാം. അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും. സത്യത്തിൽ വിശാലിന്റെ ഈ പെരുമാറ്റം എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കി. മീര അവന്റെ പെങ്ങളാണെന്ന ചിന്ത കൊണ്ടല്ലേ അവൻ അവളെ സഹായിക്കാൻ തയ്യാറാകുന്നത്. ഞാൻ ആഗ്രഹിച്ചതും ഇത് തന്നെ. നിങ്ങൾക്ക് സന്തോഷമാകുമെന്ന് എനിക്കറിയാം. ഓ, എല്ലാം ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നല്ലേ? അതെ, നിങ്ങൾ വിദ്യയോട് സംസാരിച്ചത് മുഴുവൻ ഞാൻ കേട്ടു. അല്ലെങ്കിൽ സ്വന്തം മക്കളെക്കാളും നിങ്ങൾക്ക് താല്പര്യം പെങ്ങളുടെ മോളോടല്ലേ? അതുകൊണ്ടല്ലേ എന്റെ മോനെ നിങ്ങൾ ഈ അപകടത്തിലേക്ക് തള്ളിവിട്ടത്? അച്ഛൻ അതിന് എന്ത് ചെയ്തു അമ്മ പറയുന്നേ? മീരയെ സഹായിക്കുക എന്നത് വിശാലേട്ടൻ സ്വയം എടുത്ത തീരുമാനം. എന്തിനാ വിദ്യയെ ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുന്നേ? പോത്തിന്റെ കാതിൽ വേദം ഓതിയിട്ട് ഒരു കാര്യമില്ല. ദേ മനോജേട്ടാ, എന്നെ കൊണ്ട് വെറുതെ ഒന്നും പറയിപ്പിക്കരുത്. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ആ ആദർശിനെ രക്ഷിക്കാൻ നടക്കുന്നത് അപകടം പിടിച്ച പണിയാണെന്ന് നിങ്ങൾക്കറിയാലോ. അതറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ വിശാലിനെ അപകടത്തിലേക്ക് തള്ളിവിട്ടത്? വിശാല് തനിച്ചല്ല, സൂരജും ഉണ്ടല്ലോ. അവർക്ക് എന്നാൽ കഴിയുന്ന സഹായം ഞാനും ചെയ്യും. പിന്നെ ശത്രുക്കൾ പ്രബലരാണെന്നുള്ളത് സത്യം തന്നെ. ഒരു പ്രശ്നം വന്നാൽ അത് പേടിച്ച് വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റില്ലല്ലോ. നാളെ വിദ്യയ്ക്കൊരു ആവശ്യം വന്നിട്ട് സഹായിക്കാൻ വിശാൽ ഇറങ്ങിയാല് നീ ഇങ്ങനെ പറയൂ? വിദ്യയെ പോലെ ആണോ മീര? വിദ്യ അവന്റെ സ്വന്തം ചോരയാ. പക്ഷെ മീര അങ്ങനെയല്ല. പിന്നെ സൂരജ്, അവൻ സഹായിക്കട്ടെ. ഇത്രയും നാളും ഹരിയുടെ ചെലവിലല്ലേ അവനും അവന്റെ അമ്മയും കഴിഞ്ഞത്. ആ ഉണ്ട ചോറിന് നന്ദി കാണിക്കേണ്ട സമയമല്ലേ? അവരാ നന്ദി കാണിക്കട്ടെ. അമ്മയ്ക്ക് എങ്ങനെ സെൽഫിഷായി സംസാരിക്കാൻ പറ്റുന്ന? നമ്മളോടൊരു വേർതിരിവ് മീര കാണിച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ അമ്മയ്ക്ക് അവളെ മാറ്റി നിർത്താൻ പറ്റുക? അവൾക്കൊരു ആവശ്യം വരുമ്പോ സഹായിക്കണമെന്ന് ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആളല്ലേ അമ്മ. വിദ്യ, നിന്റെ അച്ഛന്റെ ഉപദേശം കേട്ട് എന്നെ ഭരിക്കാൻ വരണ്ട. എന്റെ മക്കൾക്ക് സഹോദരങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ അതിൽ സന്തോഷവും അഭിമാനവും തന്നെ എനിക്ക്. അതെനിക്കറിയാം. നിങ്ങൾക്ക് എന്നെ മക്കളെക്കാളും സ്നേഹം മരിച്ചു പോയ പെങ്ങളോടും അവളുടെ മകളോടും തന്നെയാ. പക്ഷെ എനിക്കതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിലേക്ക് ഇറങ്ങാൻ ഞാൻ എന്റെ മക്കളെ സമ്മതിക്കില്ല. വിശാലി മീരയുടെ ഭർത്താവിനെ രക്ഷിക്കുമെന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നടക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവനെ അതിന് സമ്മതിക്കുകയില്ല. ഈ അമ്മ എന്താ ഇങ്ങനെ? അവളങ്ങനെ ഒരു സ്വാർത്ഥയായിപ്പോയി. മോളാന്നും കാര്യമാക്കണ്ട. ബീന, ഞാൻ മീരയുടെ വീട് വരെ ഒന്ന് പോവാ. അതെന്താ പെട്ടെന്ന്? മാധവി മാഡം വിളിച്ചിരുന്നു. എന്തിന്? മാഡത്തിന് എന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന്. അതുകൊണ്ട് അത്യാവശ്യമായിട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. അവർക്ക് സംസാരിക്കണമെങ്കിലേ അവരോട് ഇങ്ങോട്ട് വരാൻ പറയും. അല്ലാതെ ഓർഡർ ഇട്ട ഉടനെ അവിടെ ചെന്ന് മുഖം കാണിക്കാൻ അവരെന്താ മഹാറാണിയാ?
അങ്ങനെ ഈഗോ കാണിക്കാൻ പറ്റുമോ ബീന? നമ്മുടെ കുട്ടി അവിടെ താമസിക്കേണ്ടതല്ലേ? ആ ഒരു കാര്യം ഓർത്തിട്ടാണ് ഞാൻ പലതും ക്ഷമിക്കുന്നത്. അല്ലെങ്കിലേ ആ അഭിരാമിയുടെ സ്വഭാവത്തിനും നല്ല അടി വെച്ചു കൊടുത്തേനെ. നമ്മൾ കുറെയൊക്കെ സഹിച്ചേ മതിയാവൂ ബീന. എന്നാലും അവർക്ക് എന്തെങ്കിലും പറയണമായിരുന്നെങ്കിൽ ഫോണിൽ പറയാൻ പാടില്ലായിരുന്നോ? ഹരിയേട്ടനെ അങ്ങോട്ട് വിളിപ്പിക്കേണ്ട കാര്യം എന്തായിരുന്നു? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവര് വിളിക്കുമ്പോൾ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അതെ, മീരയുടെ കുറ്റം വല്ലതും പറയാനായിരിക്കും വിളിക്കുന്നത്. എന്തായാലും ഹരിയേട്ടൻ തനിച്ചു പോണ്ട, ഞാനും കൂടി വരാം. അത് വേണ്ട ബീനെ. ബീന വന്നാൽ ശരിയാവില്ല. അതെന്താ ഹരിയേട്ടാ, ഞാൻ കൂടെ വന്നാൽ എന്താ കുഴപ്പം? ബീനയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. അവര് മീരയെ കുറ്റമോ ഒറ്റ പറഞ്ഞാല് ബീനയ്ക്ക് ദേഷ്യം വരും. പിന്നെ സ്ഥലകാല ബോധമില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അത് ചിലപ്പോ ചെയ്തെന്നിരിക്കും. ആ, അതിന്റെ ദോഷം പിന്നെ അനുഭവിക്കേണ്ടി വരുന്നത് മീരയായിരിക്കും. മനസ്സിലായില്ലേ? അത് കൊള്ളാലോ. അവരെന്ത് പറഞ്ഞാലും മിണ്ടാതെ കേട്ട് നിക്കണം എന്നാണോ ഹരിയേട്ടൻ പറയുന്നത്? നമ്മുടെ മീരയുടെ സ്വഭാവം ഹരിയേട്ടൻ അറിയാലോ. അവൾ ആർക്കും ഒരു ഉപദ്രവത്തിനും പോവില്ല. എന്നിട്ട് പിന്നെ അവരെന്തിനാ ഈ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്? അവരിനി അങ്ങനെയൊക്കെ പറഞ്ഞാൽ തന്നെ അത് കേട്ട് നമ്മൾ മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ബീന പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ നമ്മൾ കുറച്ച് സഹിച്ചും ക്ഷമിച്ചുമൊക്കെ നിന്നേ മതിയാവൂ. ഒന്നാമത് ആദർശ് വീട്ടിലില്ല, മോൾ അവിടെ തനിച്ച. അവൾക്ക് ആ വീട്ടിലുള്ളവരുടെ സഹകരണം കൂടിയേ പറ്റൂ. അതെനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പലതും ക്ഷമിക്കുന്നത്. അല്ലെങ്കിലേ എന്റെ ശരിക്കുള്ള സ്വഭാവം ഞാൻ കാണിച്ചു കൊടുത്തേനെ. അതൊക്കെ പോട്ടെ ബീന. മീരയെ നമുക്കറിയാലോ. അവളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അത് മതിയല്ലോ. ഹരിയേട്ടന് ഞാൻ വരുന്നതിനോട് താല്പര്യമില്ലെങ്കിൽ ഞാൻ വരുന്നില്ല. പക്ഷേ മീരയെക്കുറിച്ച് അവരെന്തെങ്കിലും ഇല്ലാത്ത കുറ്റം പറഞ്ഞുകൊണ്ട് വന്നാ അത് കേട്ട് സമ്മതിച്ച് മിണ്ടാതെ ഇരിക്കരുത്. തിരിച്ചു പറഞ്ഞോണം. ആരോടും തർക്കിക്കാനും വഴക്കിടാനും ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല ബീനെ. അതിന്റെ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ആളുകൾക്ക് മുമ്പിൽ തോക്കാൻ നിന്നാലേ എന്നും തോറ്റു കൊടുക്കേണ്ടി വരും. അപ്പം നശിക്കുന്നതും നഷ്ടപ്പെടുന്നതുവേ മീരയുടെ വില കൂടിയാ, അത് മറക്കണ്ട. നമ്മൾ തോറ്റു കൊടുക്കുന്നതുകൊണ്ട് വില കുറയുകയല്ല, കൂടുകയുള്ളൂ ബീനെ. ആദർശിനെ വിശ്വസിച്ച് ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. ഇനിയുള്ള അവളുടെ ജീവിതം മുഴുവൻ ആദർശിനൊപ്പം തന്നെയാ. അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. എന്റെ ഹരിയേട്ട, സത്യത്തിൽ തെറ്റ് മുഴുവനും അവരുടെ ഭാഗത്താ. ആദർശ് തെറ്റുകാരനാണോ അല്ലയോ എന്നതിലൊന്നും അല്ല കാര്യം. ഇപ്പൊ ആദർശിന്റെ പേരിൽ ഒരു വലിയ കുറ്റമുണ്ട്. എന്നിട്ട് നമ്മളോ മീരയോ അവരെ താഴ്ത്തി പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെയുള്ളപ്പോ സത്യത്തിൽ അവരാ നമ്മുടെ മുമ്പിൽ താഴ്ന്നു നിൽക്കേണ്ടത്. എന്നിട്ടും ആ അഭിരാമിക്ക് എന്തൊരു അഹങ്കാരമാ. അതൊന്നും ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ എനിക്ക് അവരുടെ മുന്നിൽ വാദിച്ച് ജയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ആരോടും തർക്കിക്കാനും വഴക്കിടാനും പോവാത്തത്. ഇപ്പൊ മാധവി മാഡം വിളിച്ചപ്പോ ബീന പറഞ്ഞതുപോലെ എനിക്ക് ഈഗോ കാണിച്ച് സംസാരിക്കാമായിരുന്നു. അപ്പോ ഒക്കെ ഇതിനിടയിൽ പെട്ടുപോകുന്നത് മീരമോളാ. എനിക്ക് എൻ്റെ മോളുടെ സമാധാനവും സന്തോഷവുമാണ് വലുത്. അവളുടെ നല്ല ജീവിതത്തിന് വേണ്ടി ആർക്കു മുന്നിൽ തോൽക്കാനും കാല് പിടിക്കാൻ പോലും എനിക്ക് മടിയില്ല. എന്റെ ഹരിയേട്ട, ദൈവത്തെ ഓർത്ത് ഇങ്ങനൊന്നും പറയാതെ. ഹരിയേട്ടൻ താഴ്ന്നു കൊടുക്കുന്നത് കൊണ്ട് ശരിക്കും തോൽക്കുന്നത് മീരയാ, അത് ഓർത്താ മതി. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അവര് മീരയുടെ എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ട് വന്നാലേ കേട്ടോണ്ട് പോരാതെ നന്നായിട്ട് തിരിച്ചു പറഞ്ഞോണം. അല്ലെങ്കിൽ ഹരിയേട്ടന്റെ അനുവാദമില്ലാതെ ഞാൻ അവരെ പോയി കാണും. എനിക്ക് തോന്നുന്നതൊക്കെ വിളിച്ച് പറയുകയും ചെയ്യും. ശരി, ഞാനൊന്ന് പോയി നോക്കട്ടെ. എന്താ കാര്യം എന്നറിയാലോ. ഹരി വന്നോ? അതെ. വാ. ഹരി ഇരിക്കെ. ആ, എന്താ മാഡം വരാൻ പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു ചെറിയ പ്രശ്നമുണ്ട് ഹരി.
എന്താ കാര്യം? ഞാൻ പറയുന്നതുകൊണ്ട് ഹരിക്കൊന്നും തോന്നരുത്. ഹരിക്കറിയാലോ, മീരയെ ആദർശിന് വേണ്ടി വിവാഹം ആലോചിച്ചത് ഞാനാ. അറിയാം. വിവാഹത്തോട് തീരെ താല്പര്യമില്ലാതിരുന്ന ആദർശിനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് വിവാഹത്തിലേക്ക് എത്തിച്ചത് ഞാനാ. അതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. എന്റെ മകന് വേണ്ടി ഞാൻ മീരയെ സെലക്ട് ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. മീരയെക്കുറിച്ചും അവളുടെ സ്വഭാവത്തെക്കുറിച്ചും ഞാൻ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചു. അതിനിപ്പോ എന്താ മാഡം സംഭവിച്ചത്? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ആദ്യം മുതലേ ഈ വിവാഹത്തോട് അഭിരാമിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അവളുടെ അഭിപ്രായത്തിന് പോലും വില കൊടുക്കാതെയാണ് ഞാൻ ആദർശിന്റെ ഇഷ്ടം നോക്കി ഈ വിവാഹം നടത്തിയത്. പക്ഷെ എന്റെ ആ തീരുമാനം ഒരു തെറ്റായിപ്പോയെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്.